ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ദേവയാനിയുടെ കൂട്ടുകാരി സിത്താരയെയാണ്. സിത്താര ചോദിക്കുകയാണ് ദേവയാനിയുടെ അടുത്ത്, നീ എന്തോ ഒറ്റയ്ക്കിരിക്കുന്നത്, നിനക്ക് എന്താണ് ഇത്ര വിഷമം, നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ ദേവയാനി പറയാണ്, മരുമോളെ കാര്യം നിനക്കറിയാലോ, അവൾ എങ്ങനെ കയറി വന്നതെന്ന്. അപ്പോൾ സിത്താര പറയാണ്, ദേവയാനിയുടെ മരുമകൾ എത്ര ത്യാഗം സഹിച്ചാണ് നിൽക്കുന്നത്, അവളെ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. ആദർശമോന് നല്ലൊരു ഭാര്യ തന്നെയാണ് അവള്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശിനെയും നയനയെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് അവളെ ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല അവളെയും അവളുടെ വീട്ടുകാരെയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ സിത്താര പറയുന്നുണ്ട്, നീ അങ്ങനെ വേർതിരിവൊന്നും കാണിക്കണ്ട, നിനക്ക് ഏതെങ്കിലും ഒരു സമയത്ത് വാർദ്ധക്യം വരുമ്പോഴോ അസുഖം വരുമ്പോഴോ ഈ നയന മാത്രം ഉണ്ടാവുള്ളൂ. അവൾ നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, എനിക്കങ്ങനെ ഒരു ഇഷ്ടക്കുറവും ഇല്ല എന്ന് സിത്താര പറയാം. പിന്നീട് സിത്താര അനാമികയെ കുറിച്ച് പറയാം. അനാമികയെയും ഫാമിലിയെയും എനിക്ക് നല്ലോണം അറിയാം. നിങ്ങൾ അവരെക്കുറിച്ച് നന്നായി അന്വേഷിച്ചിരുന്നോ? അവർ അത്ര നല്ല ഫാമിലിയെ അല്ല, അവർ വലിയ തട്ടിപ്പ് നടത്തുന്നതും കള്ളത്തരം കാണിക്കുന്നവരും ആണ്. എനിക്ക് പറ്റിയ വലിയ തെറ്റാണ് അവൾ. ഇത് ഞാൻ മുമ്പ് അറിയുകയാണെങ്കിലും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, നീ എന്താ അങ്ങനെ പറയുന്നേ? അനിയും അനാമികയും തമ്മിൽ ഇഷ്ടപ്പെട്ട് നടത്തിയതാണ് ഈ വിവാഹം. പിന്നെ ആ നയനയുടെ അനിയത്തി ഉണ്ടല്ലോ, അവളെ ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു നയനയുടെയും തീരുമാനം. അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അത് തന്നെയാണ് അനാമിക മോളെ അനിക്ക് വിവാഹം ചെയ്ത് കൊടുത്തത്. അപ്പോൾ സിത്താര പറയാണ്, അനാമികയുടെ അച്ഛൻ്റെ പേര് വേണു അല്ലേ, അമ്മയുടെ പേര് രേവതിയും. ദേവയാനി പറയുന്നുണ്ട്, അതെ, അവർ നിനക്കറിയോ, എങ്ങനെ പരിചയം എന്നൊക്കെ ദേവയാനി ചോദിക്കാം. അപ്പോൾ സിത്താര പറയുന്നുണ്ട്, ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ വീട് റെൻറ്റ് കൊടുത്തിട്ട് ഒരാൾ മറിച്ച് കൊടുത്തതൊക്കെ. ഞാനത് ഓർക്കുന്നുണ്ട് എന്ന് ദേവയാനി പറയാം. അത് വേണുവാണ് കൊടുത്തതെന്ന് സിത്താര പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് അങ്ങനെയൊന്നും വരില്ല, അനാമിക മോൾക്ക് 12 ലക്ഷത്തിൻ്റെ കാറ് കൊടുത്തു. ഇപ്പോൾ വീട് വെക്കാൻ കണ്ണായ നല്ലൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ വേണുവിൻ്റെ കയ്യിൽ നല്ല പൈസ ഉണ്ട്. അപ്പോൾ സിത്താര പറയാണ്, ആര് പറഞ്ഞു വേണു പൈസക്കാരനാണെന്ന്? ഒന്നുമില്ല, എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ല. ഇനി നീയൊന്ന് സൂക്ഷിച്ചോ, അനാമികയുടെ സ്വഭാവത്തിൽ ഇനി നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അങ്ങനെ അനാമികയെ നല്ലവണ്ണം ശ്രദ്ധിക്കാൻ വേണ്ടി ദേവയാനിയുടെ അടുത്ത് പറയാണ് സിത്താര. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്